19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കന്യാകുമാരിക്കടുത്ത് ശാസ്താംകോവിൽ വിള എന്ന കുഗ്രാമത്തിൽ ചാന്നാർ എന്ന അധസ്ഥിത സമുദായത്തിലായിരുന്നു വൈകുണ്ഠസ്വാമി ജനിച്ചത്. കുട്ടിയായിരുന്ന അവന്റെ മുഖം കണ്ട് അവന്റെ മാതാപിതാക്കൾ അവനെ മുടിചൂടും പെരുമാൾ എന്ന് വിളിച്ചു. പക്ഷേ വഴി നടക്കാനോ മാറുമറയ്ക്കാനോ പോലും അവകാശം നിഷേധിക്കപ്പെട്ട പിന്നോക്ക ജാതിക്കാർക്ക് അത് പറ്റിയ പേരല്ലെന്ന് പറഞ്ഞ് സവർണ വിഭാഗം വാളുയർത്തി. അങ്ങനെ കുട്ടിയുടെ പേര് മുത്തുക്കുട്ടി എന്ന് മാറ്റി. തൻ്റെ 20-ാം വയസ്സിൽ ഗുരുതര രോഗബാധിതനായി തിരുച്ചെന്തൂരിലെ മുരുകൻ കോവിലിൽ എത്തിയ മുത്തുക്കുട്ടിക്ക് അവിടെ വെച്ച് ജ്ഞാനോദയം ലഭിച്ചു. സ്വഗ്രാമത്തിൽ തിരിച്ചെത്തിയ അവൻ വൈകുണ്ഠസ്വാമി എന്ന പേര് സ്വീകരിച്ചു. പുരാണാതിഹാസങ്ങളും ബൈബിളും ഖുറാനും വായിച്ച് പണ്ഡിതനായ സ്വാമിയുടെ അറിവും അത്ഭുത സിദ്ധികളും നാടാകെ പ്രചരിച്ചു. അവനെ കാണാൻ ഭക്തരുടെ പ്രവാഹമായി. അതോടെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര് സ്വാമിത്തോപ്പ് എന്നായി. കൊടിയ ഐത്താചാരത്തിൻ്റെ ഇരകളായ ചാന്നാർ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സ്വാമി പ്രയത്നം ആരംഭിച്ചു. ജാതിമത ഭേദമന്യേ മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന് ഉദ്ഘോഷിക്കുന്ന സമത്വ സമാജം എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. ഐത്തക്കാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് പകരം എല്ലാ ജാതിമതക്കാർക്കും പ്രാർത്ഥിക്കുകയും താമസിക്കുകയും ചെയ്യാൻ വേണ്ടി നിഴൽത്തൻകൽ എന്ന വഴിയോര കോവിലുകൾ അദ്ദേഹം സ്ഥാപിച്ചു. പിന്നോക്കക്കാർക്ക് നിഷേധിക്കപ്പെട്ട പൊതുകിണറുകൾക്ക് പകരം മുന്തിരിക്കിണറുകൾ അദ്ദേഹം നിർമ്മിച്ചു. വിഗ്രഹാരാധനയെ എതിർത്ത് ആദ്യം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികൾ ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ വനിതകളുടെ ഐതിഹാസികമായ മാറുമറക്കൽ പ്രക്ഷോഭത്തിന് സമുദായത്തിന് ആത്മവിശ്വാസം ഉണർത്തിയവരിൽ പ്രഗത്ഭനായിരുന്നു വൈകുണ്ഠസ്വാമി. സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയും അവരെ ആധുനീകരിക്കുന്നതിനും അദ്ദേഹം മുന്നിൽ നിന്നു. സംഘടിത മതത്തെ തള്ളിയ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം അയ്യാവഴി എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന തൈക്കാട് അയ്യാഗുരു ചട്ടമ്പിസ്വാമികൾക്കൊക്കെ മാർഗദർശിയായിരുന്നു. സ്ത്രീ സമത്വത്തിനും പന്തിഭോജനത്തിനും വ്യക്തിശുദ്ധിക്കും വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു. കാലത്തിന് എത്രയോ മുന്നേ സഞ്ചരിച്ച മഹാപുരുഷനായ വൈകുണ്ഠസ്വാമികൾ തൻ്റെ 42-ാം വയസ്സിൽ നിര്യാതനായി. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.